കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിലെ ആരോപണ വിധേയനായ റവന്യൂ അധികാരികളടക്കം 5 പേർക്ക് നുണപരിശോധന നടത്താനാണ് CBI തീരുമാനിച്ചിരിക്കുന്നത്. ഭൂമി തട്ടിപ്പ് നടന്നതായി സംശയിക്കപ്പെടുന്ന കാലത്ത് വില്ലേജ് ഓഫീസർമാരായ ലാലിമോൾ മോഹനൻ, വില്ലേജ് അസിസ്റ്റന്റ് വി സുജൻ, ആധാരമെഴുത്ത് സംഘടനാ നേതാവ് RK ജയൻ, വസ്തുടമ എന്ന് അവകാശപ്പെടുന്ന AM അഷ്റഫ് എന്നിവർക്കാണ് നുണപരിശോധന നടത്തുക. 1976 മരണപ്പെട്ട അബ്ദുറഹ്മാൻ കുഞ്ഞിൻ്റെ പേരിൽ യഥാർത്ഥ ഉടമസ്ഥർ അറിയാതെ 3587 എന്ന വ്യാജ പ്രമാണത്തിൽ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് AM അഷ്റഫിൻ്റെ പേരിലുള്ളത്. ലാലിമോൾ മോഹനൻ എന്നിവർ വില്ലേജ് ഓഫീസർമാരായിരുന്ന കാലത്താണ് തട്ടിപ്പ് നടന്നത്. ആധാരമെഴുത്ത് സംഘടനാ നേതാവ് കൂടിയായ RK ജയൻ വ്യാജരേഖകൾ ചമയ്ക്കാൻ കൂട്ടുനിന്നു എന്ന ആരോപണമാണ് ഭൂമി നഷ്ടപ്പെട്ടവർ ഉയർത്തിയത്. തട്ടിപ്പ് നടന്ന കാലത്ത് വില്ലേജ് അസിസ്റ്റന്റായിരുന്ന വി സുജൻ അഷ്റഫിന് അനുകൂലമായി റിപ്പോർട്ട് എഴുതിയുണ്ടാക്കി എന്നും ഭൂമി തട്ടിപ്പിനിരയായവർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. കടകംപള്ളി ഭൂമി തട്ടിപ്പിൽ അന്വേഷണ സംഘത്തിൻ്റെ പുതിയ നീക്കം ഏറെ സുപ്രധാനമാണ്. നിലവിൽ സംശയത്തിൻ്റെ ആനുകൂല്യമുള്ള ഇവർ 5 പേരും നുണപരിശോധനയ്ക്ക് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് കേസിൽ വഴിത്തിരിവാകും. സലീം രാജിനെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് വിവാദത്തിലകപ്പെട്ട കടകംപള്ളി കേസിൽ തന്ത്രപ്രധാനമായ നീക്കമാണ് CBIയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് അടുത്ത ദിവസം തന്നെ ഇവർ 5 പേർക്കും നോട്ടീസ് നൽകാനാണ് CBIയുടെ തീരുമാനം. S. ജീവൻകുമാർ, തിരുവനന്തപുരം.